അച്ഛൻ കഴിക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാനും കഴിക്കില്ല അച്ഛാ. ഇത്രയും നേരം ആ പ്ലേറ്റിനകത്തോട്ട് മോന്തയും കുത്തിരുന്ന് വിഴുങ്ങിട്ട് ഇപ്പൊ അവന്റെ ഭാവം മാറിയത് കണ്ടോ? മിഥുന്റെ മുൻപിൽ മനഃപൂർവ്വം അവൻ ഓവർ ആക്ട് ചെയ്യുന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാനും കഴിക്കില്ല അച്ഛാ. അച്ഛൻ കഴിച്ചാലേ ഞാനും കഴിക്കൂ. ചക്കി ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്താ തളർന്നു പോകുന്ന അറിയില്ലേ? ചക്കയ്ക്ക് വേണ്ടിയെങ്കിലും ഇതിനായിട്ടൊന്ന് കഴിക്കാൻ നോക്ക്. പ്ലീസ് അച്ഛാ, ഇവിടെ വന്നിരുന്ന് കഴിക്ക്. അമ്മേ, അച്ഛന് വേഗം ഫുഡ് വിളമ്പ്. അമ്മ തന്നെ ഫുഡ് വിളമ്പി കൊടുക്കണം. ഈ മിഥുൻ എന്താ ചെയ്യുന്നത് മഞ്ജരി? അർജുനെ ഇറക്കി വിടാൻ പറഞ്ഞപ്പോ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങാൻ തയ്യാറാവുന്നുണ്ടോ? ഇതെല്ലാം ആ കുട്ടിപ്പിശാശികൾ ചെയ്ത പണിയാണ്ടി. അച്ഛന് കുറച്ചുകൂടി ചമ്മന്തി ഒഴിച്ചു കൊടുക്കാമേ. അല്ല അച്ഛാ, അച്ഛന് അമ്മയുണ്ടാക്കുന്ന ചമ്മന്തി ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഗ്രാനി എന്നോട് പറഞ്ഞത്. എന്താ മിഥുനേട്ടാ ഇത്? പ്ലേറ്റ് മൊത്തം കാലിയാക്കിയിട്ട് ചമ്മന്തി നക്കിക്കൊണ്ടിരിക്കുകയാണോ? അത്രയ്ക്കും വിശപ്പുണ്ടോ? ഈ ചമ്മന്തിക്ക് അത്രയ്ക്ക് ടേസ്റ്റാ. ഇത്രയ്ക്കും ടേസ്റ്റുള്ള ചമ്മന്തി എന്റെ മോൻ പോലും ഉണ്ടാക്കിയിട്ടില്ല മേഘനെ. ഒന്ന് പതുക്കെ പറയണ്ട മിഥുനേട്ടാ. അമ്മ കേൾക്കണമെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവില്ലേ? അതിന് ഞാനിത് മോമനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. മോമും ഡാഡും പോലും നിന്റെ ചമ്മന്തിയുടെ ഫാൻസാ. പിന്നെയാ മതി അത് കഴിച്ചത്. ചമ്മന്തി മാത്രം കഴിച്ചാ പിന്നെ വയറിൽ വല്ല വേദന ഉണ്ടായാലോ? നീ ഒരു ഉമ്മ തന്നാ ആ വേദനയൊക്കെ പൊയ്ക്കോളൂ. നേരം വെളുത്ത ഉടനെ തുടങ്ങിയോ? മര്യാദയ്ക്ക് ഇത് കഴിക്കേ. എനിക്ക് ആവശ്യമുള്ളതല്ലേ ചോദിച്ചേ? അതല്ലേ ഞാൻ പ്ലേറ്റിൽ വെച്ചത്. ഞാൻ പറഞ്ഞത് പ്ലേറ്റിൽ ഇരിക്കുന്നതിന്റെ കാര്യമല്ല. കൈ വിടും മിഥുനേട്ടാ. ആരെങ്കിലും വന്ന് കണ്ടാലോ? അതിനാരെങ്കിലും കണ്ട എന്താ പ്രശ്നം? നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ? എന്ന് കരുതി എല്ലാവരുടെ മുന്നില് നീ ഉമ്മ തന്നാലേ ഞാൻ ഈ കയ്യിൽ നിന്ന് വിടും. അതിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടേട്ടാ. നീ ഉമ്മ തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. കമോൺ കമോൺ, പെട്ടെന്ന് വേണം. എന്തൊരു ഭാഷ ഇത്? കവിളത്ത് ചൊറിഞ്ഞോണ്ടിരിക്കാണ്ട് അച്ഛൻ ഫുഡ് കഴിക്കാൻ നോക്ക്. അച്ഛൻ പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് എന്തോ ചിന്തിച്ചെന്നാ തോന്നുന്നേ. ശരിയാണോ അച്ഛാ? പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ചമ്മന്തിയെ കുറിച്ച് ആലോചിച്ചു പോയതാണോ? അച്ഛന് ചമ്മന്തിയെ കുറിച്ച് മാത്രല്ല ചക്കി, ആ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്ത അമ്മയെ ഓർത്ത് കാണും. എന്താ സത്യമല്ലേ അച്ഛാ? ഈ ചിക്കു നമ്മൾ വിചാരിച്ചതുപോലെ കുട്ടിയൊന്നുമല്ല മഞ്ജരി. ആരോട് എപ്പോ എന്ത് പറയണമെന്ന് അവന് നന്നായിട്ട് അറിയാം.
ഇത്രയും നാള് മേഘനയ്ക്ക് ഒരു മകനുണ്ടെന്നുള്ള പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ നമ്മൾ മേഘനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് അവളുടെ മകനെയാണെന്ന് ഓർക്കുമ്പോഴാ. നീ കഴിക്കും ഇതിൻ കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനുള്ളതല്ലേ? ഇതിപ്പോ ആകെ പുകിലാവുന്നു തോന്നുന്നല്ലോ. എങ്ങനെയെങ്കിലും മിഥുനെയും മേഘനയും തമ്മിൽ അകറ്റാൻ പരിശ്രമിക്കുമ്പോ ആ ചെറുക്കൻ ഇടയ്ക്ക് കയറി എല്ലാം നശിപ്പിക്കുന്ന ലക്ഷണമാണല്ലോ. ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് കഷ്ടകാലം തുടങ്ങിയതാ. കാലത്ത് ഞാൻ ആരുടെ മുഖമാണ് അവ കണി കണ്ടത്. എന്നെന്തിനാ നീ അങ്ങനെ നോക്കുന്ന മഞ്ജരി? ഇന്ന് ഞാൻ കണ്ണു തുറന്നതും എന്റെ മുമ്പിൽ വന്നു നിന്നത് ആന്റിയല്ലേ. അപ്പോ തെറ്റുകാരൻ ഞാനാന്നാ? ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി ഗുഡ് ന്യൂസ് ഉണ്ട് വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തുടങ്ങിയ കഷ്ടകാലം. പോയി തൊലയടി. നിനക്ക് സമയം ശരിയില്ലെങ്കിൽ അതിന് എനിക്കാണോ കുറ്റം? മിഥുനേട്ടാ, ഒരു മിനിറ്റ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. ഡിവോഴ്സിന്റെ പേപ്പറൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതിലൊക്കെ വേഗം ഒപ്പിട്ട് തരണം. എനിക്ക് മിഥുനേട്ടന്റെ ഈ ഒപ്പ് വേണം. എന്റെ ഒപ്പം നിനക്കും തരാം. ജയമർ സാറിന്റെ പ്രൊജക്ടിന് വേണ്ടി മിഥുനേട്ടൻ ഒരു പ്രസന്റേഷൻ നടത്തിയിരുന്നില്ലേ? അതിന് അർജുനും മിഥുനേട്ടനും ഒന്നിച്ചാണ് ആ പ്രൊജക്ട് ചെയ്യേണ്ടത്. അതെ മിഥുൻ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ജയമാർ സാറിന് മേഘനയോടുള്ള വിശ്വാസം നമ്മളാ നോക്കേണ്ടത്. അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ എന്റെ ആവശ്യമില്ല. മിഥുനേട്ടന്റെ പ്രസന്റേഷനും വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റിൽ മിഥുനേട്ടന്റെ പാർട്ടിസിപ്പേഷൻ കൂടി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓഹോ, ചുറ്റി വളച്ച് അത് ഈ രൂപത്തിലാക്കിയോ? എന്റെ എതിരാളിയെ ഫേവർ ചെയ്തിട്ട് എന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രതിമയാക്കി നിർത്താൻ വേണ്ടിയില്ലേ? നിന്റെ പ്ലാൻ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇതില് മേഘനയ്ക്ക് യാതൊരു പ്ലാനും ഇല്ല മിഥുൻ. യു ഡിസേർവ് ഇറ്റ്. ജയമാർ സാറിന്റെ പ്രൊജക്റ്റില് മിഥുൻ കമ്പൽസറി ആയിട്ട് പങ്കെടുക്കണം. കമ്പൽസറി ആണോ അതോ മാൻഡേറ്ററി ആണോ? അത് മിഥുനേട്ടന്റെ ഇഷ്ടം. പക്ഷേ ഈ പ്രൊജക്റ്റിലും മിഥുനേട്ടൻ ഉണ്ടായിരിക്കണം. എന്നോട് ആജ്ഞാപിക്കുകയാണോ? ഇതൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റോ? അത് നീ മേഘനയ്ക്ക് വേണ്ടിയാണോ ഇത്? ഇത് ജയമർ സാറിന് വേണ്ടിയാ, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി. അതിന് നിങ്ങൾ രണ്ടുപേരും ഇല്ലേ? മിഥുനും ആ പ്രൊജക്റ്റിൽ ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോറി, എനിക്കതിന് താല്പര്യമില്ല. അത് നിങ്ങൾ രണ്ടും കൂടി അങ്ങ് ചെയ്താൽ മതി. ഏതായാലും ഇത്രയും നാൾ ഇവരെ സംരക്ഷിച്ചു, ഷെൽട്ടർ കൊടുത്തു. ഇവർക്ക് വേണ്ടി താൻ എൻ്റെ കല്യാണം വരെ മുടക്കി. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ ഞാൻ ഉണ്ടാവില്ല. തൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടിന് പേരും പ്രശസ്തിയൊക്കെ അങ്ങ് ഉണ്ടാവട്ടെ. ആ ജോലി ചെയ്യാൻ മിഥുനേട്ടനും വേണമെന്നാ പറഞ്ഞത്. ഞാനെന്തിനാ അതിൻ്റെ ഇടയിൽ? എനിക്കതിൻ്റെ ആവശ്യം എന്താ? ഇത് നിന്റെ മാത്രം ആവശ്യമല്ല മിഥുൻ. ആ പ്രൊജക്റ്റിന് നിന്നെ ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും, പക്ഷെ എനിക്കതില്ല. എന്നെ ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാനിതിൽ തലവെച്ച് തരുന്നില്ല. ആ പ്രോജക്റ്റ് എനിക്ക് തരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ വെച്ച് നീട്ടുന്നത് ഒരു തരം ഭിക്ഷയാണെന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ എന്തിനാ മിഥുനേട്ടൻ ചിന്തിക്കുന്നേ? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതാ. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്നെ ഒരിക്കൽ ചീറ്റ് ചെയ്തയാളാ. എന്താ ശരിയല്ലേ? ഇതിലങ്ങനെ ആരുടെയും തെറ്റില്ല മിഥുൻ. ട്രസ്റ്റ് മീ. ട്രസ്റ്റോ? അതും നിങ്ങളെ രണ്ടുപേരെയും. എന്നെ ഇത്രത്തോളം ദ്രോഹിച്ച മറ്റാരും ഈ ഭൂമിയിലുണ്ടാവില്ല. പ്രവീണിന്റെ കാര്യം അതിന് വലിയൊരു പ്രൂഫുമാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ചതിക്ക് നിന്നു കൊടുക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല. അതങ്ങനെയല്ല മിഥുനേട്ടാ. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ലൈഫ് പാർട്ട്ണറായി തുടരാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോ നിന്റെ ഈ പ്രോജക്റ്റുകളും കൂടി എടുത്ത് തലയിൽ വെക്കുന്ന എങ്ങനെയാ? അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ മിഥുൻ. തന്റെ പ്രസന്റേഷൻ മികച്ചതായിരുന്നു. തന്റെ കോംപ്ലിമെന്റ് ഒന്നും എനിക്ക് വേണ്ട. ചക്കി, അച്ഛാ, വാ മോളെ, സ്കൂളിൽ പോണ്ടേ? നടക്ക. ഐ ആം റിയലി സോറി അർജുൻ. അത് സാരമില്ല മേഘ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രൊജക്റ്റിൽ മിഥുനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം.
മിഥുന്റെ പ്രസന്റേഷൻ വളരെ നല്ലതായിരുന്നു. മിഥുനും കൂടി ഇതിൽ ഇൻവോൾവ് ആയാൽ നമുക്ക് പലതും ഇംപ്ലിമെന്റ് ചെയ്യാം. അത് ശരിയാണ് അർജുൻ. എങ്ങനെയെങ്കിലും ഞാൻ മിഥുനേട്ടനെ കൺവിൻസ് ചെയ്യാൻ നോക്കാം. നമുക്ക് പ്രൊജക്റ്റാണ് പ്രധാനം. ബൈ പപ്പ, ബൈ അമ്മ. ആ, ഞാൻ കൂടി ഇറങ്ങാൻ നിക്കാ ചിക്കു. നടക്ക, ഞാൻ നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. വെറുതെ ബുദ്ധിമുട്ടുണ്ട പപ്പ, ഞാൻ അച്ഛന്റെ കൂടെ പോയിക്കോളാം. ബൈ. ബൈ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ മേഘ. എത്രയും പെട്ടെന്ന് മിഥുനെ സമ്മതിപ്പിക്കണം. ചക്കി, സീറ്റ് ബെൽറ്റ് ഇട്ടേ. നീ എന്താ ചക്കി ഇവിടെ? അച്ഛൻ ഞങ്ങളെ സ്കൂളിലോട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചക്കി എവിടെ പോയി? ഞാൻ ദേ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അച്ഛാ. നീ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഇറങ്ങി മുന്നിലേക്ക് വാ. അവിടെ ചിക്കു ഇരിക്കുന്ന അച്ഛൻ കണ്ടില്ലേ? നീ പിന്നെ പോയിരുന്നു ചക്കയെ മുന്നിലേക്ക് വിട്. അതെന്താ, ഞാൻ അച്ഛന്റെ അടുത്തുപോലും ഇരിക്കാൻ പാടില്ല എന്നാണോ? എന്റെ അടുത്തിരിക്കേണ്ടത് ചക്കി മാത്രാ. ഞാനെന്നോ ആ മുന്നിലത്തെ സീറ്റിലല്ലേ ഇരിക്കുന്ന അച്ഛാ. ഇന്നൊരു ദിവസം ചിക്കു വരുന്ന എന്താ കുഴപ്പം? നീ പറയുന്നത് കേക്ക് ചക്കി. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? എന്നോട് അച്ഛന് തീരെ ഇഷ്ടമില്ലേ? എന്നോട് ഒത്തിരി ദേഷ്യമാണോ? എന്നെ അച്ഛന് ഒരുപാട് ഹേറ്റ് ചെയ്യുന്നുണ്ടോ? എടാ, നീ നിന്റെ അമ്മയെക്കാളും കൂടുതൽ ഓവർ ആക്ടിങ് ചെയ്യാണല്ലോ. എന്നെ ഒരുപാട് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് അഭിനയിച്ച് തകർക്കുക. അല്ല, സത്യമായിട്ട് എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാ. എന്നിട്ട് ഇത്രയും നാൾ നീ സ്നേഹമില്ലാത്ത പോലെയാണല്ലോ ബിഹേവ് ചെയ്തേ. എന്നോട് ദേഷ്യപ്പെടുന്നു, തർക്കുത്തരം പറയുന്നു. അപ്പോഴൊന്നും എന്റെ അച്ഛനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ പറ്റിയതാ. അച്ഛൻ എന്നോട് നല്ല രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ നിന്നെ എന്താ ചെയ്തേ? പറയടാ, ഞാൻ എന്താ ചെയ്തേ? ഹായ്, എന്റെ പേര് ചിക്കു. ഞാൻ അങ്കിളിനെ അങ്ങോട്ട് വിഷ് ചെയ്തല്ലോ. തിരിച്ച് വിഷ് ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ലേ? നിന്റെ നാക്കും നിന്റെ സൈസും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. ഇനി മുതൽ നിന്നോട് സംസാരിക്കാൻ ഞാൻ വരുന്നേ. എനിക്കും അങ്കിളിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. നിന്നോട് തന്നെയാ. എന്റെ പേര് എയ്ന്നോ ഒയ്ന്നൊന്നും അല്ല, ചിക്കു എന്നാ. അല്ല, നിനക്ക് വലിയവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല? അതുപോലെ അങ്കിളിന് ചെറിയ കുട്ടികളോട് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന് അറിയില്ലേ? ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ വലിയ ഹീറോ ആവുന്നാണ് നിന്റെ വിചാരം. കൊച്ചു കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്ന പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ അങ്കിളിനെ ബഹുമാനിക്കാൻ തോന്നുന്നത്? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ? എന്തിനാ വെറുതെ ചുമച്ച് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാക്കുന്നത്? അതൊക്കെ കൊണ്ടാ എനിക്ക് അന്ന് അച്ഛനോട് ഒരുപാട് ദേഷ്യം തോന്നിയത്. അപ്പൊ നിനക്ക് എന്നോട് അത്രയ്ക്കും ദേഷ്യം ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഇപ്പൊ അച്ഛൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ചാ അച്ഛൻ എന്റെ അച്ഛനല്ലേ. എപ്പോഴും എന്നെ ഇങ്ങനെ കിടന്ന് അച്ഛാ അച്ഛാന്ന് വിളിച്ചാലുണ്ടല്ലോ. അച്ഛനെ അച്ഛന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കേണ്ടത് അച്ഛാ? നീ ഇടയിൽ കയറി സംസാരിക്കണ്ട ചക്കി. അച്ഛൻ ചിക്കുന് എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ഇടയിൽ എന്തായാലും സംസാരിക്കും. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലേ? നീയും അപ്പൊ എന്റെ ടീമിൽ നിന്ന് മാറിയല്ലേ? നമുക്കിടയിൽ അങ്ങനെ ടീമൊന്നുമില്ല അച്ഛാ. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. നമ്മുടെ ഇടയിൽ സ്നേഹമാണ് വേണ്ടതെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട് അച്ഛാ. അത് ശരിയാണ് അച്ഛാ. ഞാൻ അച്ഛന്റെ മകളല്ലേ, അതുപോലെ ചിക്കു അച്ഛന്റെ മകനാണ്. എനിക്ക് അച്ഛനോട് എത്ര സ്നേഹമുണ്ടോ, ചിക്കുവിന് അച്ഛനോട് അത്രയും സ്നേഹമുണ്ട്. പാവം ചിക്കു എന്നെ പോലെ ഒരു ചെറിയ കുട്ടിയല്ലേ അച്ഛാ. അച്ഛൻ ദേഷ്യപ്പെടുമ്പോ അവന് വിഷമാകും. ചിക്കുവിന് സങ്കടം വന്നാ പിന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഹലോ, അതെ, ഒന്ന് നിക്ക്.
പറ്റി അച്ഛാ? എന്നാ പിന്നെ ഞാൻ ഒരു ഉമ്മയും കൂടി തരട്ടെ. എനിക്കെന്തേ സംഭവിക്കുന്നേ? ഞാൻ എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ ഈ അഭിനയത്തിൽ വീഴാൻ പാടില്ല. അങ്ങനെ വീണു പോയാ മേഘനയ്ക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈസിയാവും. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? വേഗം കാറ് സ്റ്റാർട്ട് ചെയ്യ. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എല്ലാ തവണയും പണിക്കരാണ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാറുള്ളത്. എന്റെ മരുമകളെ കൊണ്ട് പണിക്കര് ചെയ്യിപ്പിച്ച പൂജകളാണ് മിഥുൻ ഇന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്, ആരോഗ്യവാനായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ മേഘനയെക്കുറിച്ച് മിഥുൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ടാണ് മേഘനയ്ക്കും ചിക്കുവിനും ഇപ്പോ ഞങ്ങളുടെ കൂടെ ജീവിക്കാനാവുന്നത്. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ. ഇപ്പൊ മിഥുനും മേഘനയ്ക്കും ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ട്. അതും അങ്ങയുടെ ദയ കൊണ്ട് എന്നേക്കുമായി പരിഹരിക്കപ്പെടണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞ പിന്നെ എന്റെ മകനും മരുമകളും ചെറുമക്കളും കൂടി സന്തോഷായി ജീവിക്കുന്നത് കാണാലോ. എന്താ അങ്ങൊന്നും മിണ്ടാത്തെ? അങ്ങക്കെന്തോ ഞങ്ങളോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇനി എന്തു പറയാനാ മോളെ? നിന്റെ ജാതകം ഗണിച്ചത് നിന്റെ നല്ലതിനായിരുന്നോ കഷ്ടകാലത്തിനായിരുന്നോ എന്നറിയില്ല. അതെന്താ പണിക്കര് അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇവളുടെ സന്തോഷം മാത്രമാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഇവൾക്കത് കിട്ടിയിട്ടില്ല. ആദ്യം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വേദന, പിന്നെ ഭർത്താവിന്റെ ജാതകദോഷത്തിന്റെ ദുരിതങ്ങൾ. ശരിയാണ് പണിക്കരെ. മേഘന അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും കാരണക്കാരിയോ. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അവൾ എന്നും സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് ഒന്ന് തീരുമാനിക്കുമ്പോ ദൈവനിശ്ചയം മറ്റൊന്നാണല്ലോ അരുണിമേ. എങ്കിൽ ആ ദൈവനിശ്ചയം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞോട് പണിക്കിറങ്ങുന്നേ. വീണ്ടും മിഥുനേട്ടന് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ? ഇത്തവണ ആപൽഘട്ടത്തിലുള്ളത് നിന്റെ ഭർത്താവല്ല, നിന്റെ മകനാണ് മേഘനെ. എന്റെ ചിക്കുമോന് എന്ത് ആപത്ത് വരുന്ന? പരമ്പരാഗതമായി അവന് കിട്ടിയത് അച്ഛന്റെ ചോര മാത്രമല്ല, ആ ജാതകത്തിലെ ദോഷം കൂടിയാണ്. അച്ഛന്റെ ആ ജാതകദോഷം ഇപ്പോ മകന്റെ പിറകെയും കൂടിയിരിക്കുകയാണ്. അച്ഛനെ തിരിച്ചു കിട്ടിയത് അവന്റെ ഭാഗ്യമല്ല, ജീവൻ അപകടമുണ്ടാക്കുന്ന ശാപം. ഈ ജന്മം അതിൽ നിന്ന് രക്ഷയില്ല. അപകടങ്ങൾ നിറഞ്ഞ ജീവിതമാ മിഥുൻ മകന് പകർന്നു കൊടുത്തത്. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ പണിക്കിറങ്ങുന്നേ? വീണ്ടും നീ തന്നെയാണ് രക്ഷ. എന്നുവെച്ചാ ഭർത്താവിനെ സംരക്ഷിച്ചിരുന്നത് പോലെ ഇനി മേഘന സ്വന്തം മകനെയും കൂടി സംരക്ഷിക്കണമെന്നാണോ? അങ്ങനെ തന്നെയാണ് അരുണമേ. ഞാനൊരു പരിഹാരക്രിയ പറയാം. അതൊരു പൂജയാണ്. ഭാര്യയും ഭർത്താവും മകനെ ഒന്നിച്ചു വേണം ചെയ്യാൻ. അത് ചെയ്യാൻ ഭാർഗവ പണിക്കരെ. എന്തു വന്നാലും എന്റെ മകളും മകനും കൊച്ചുമകനും ആ പൂജ ഉറപ്പായും ചെയ്തിരിക്കും. ആ പൂജ കഴിഞ്ഞാ ആപത്ത് വിട്ടു പോകുന്നുറപ്പല്ലേ? അത് പൂർത്തിയാക്കിയാൽ മാത്രം പോരാ. ഫലം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ബാക്കിയുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്.